ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഈ പുഴയും കടന്ന റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാജേശ്വരിയുടെ ഭർത്താവ് വിദേശത്ത് നിന്ന് എത്തുകയാണ്. അങ്ങനെ രാജേശ്വരിക്ക് അതൊരു ആശ്വാസമായി മാറുന്നുണ്ട്. ആ സമയത്ത് നിവിൻ അവിടേക്ക് വരുമ്പോൾ അമ്മ നിവിനെ പറ്റിയുള്ള പരാതികൾ ഇങ്ങനെ വിളമ്പുകയാണ്. അതായത് രാജേശ്വരി. അപ്പൊ അച്ഛൻ പറയുന്നുണ്ട്, നീ അതൊന്നും കാര്യാക്കണ്ട, അപ്പൊ ഞാൻ കുളിച്ചിട്ട് വരാം. അപ്പൊ അച്ഛനും മകനും തമ്മിലുള്ള സ്നേഹപ്രകടനങ്ങൾ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ ഒരു ചിക്കനും എടുത്ത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എല്ലാവരും കാവേരിയുടെ വീട്ടില്. അപ്പോൾ ആ സമയം വിനീത് അവിടേക്ക് വരുന്നുണ്ട്. അപ്പൊ എന്താണ് എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കണെന്ന് ചോദിക്കാൻ, ബിരിയാണി ഉണ്ടാക്കാൻ നിളയ്ക്ക് ബിരിയാണി ഉണ്ടാക്കണം, പക്ഷെ ബിരിയാണി ഉണ്ടാക്കാൻ ആർക്കും തന്നെ അറിയില്ല, തന്നെയല്ല ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്നുള്ള രീതിയിലൊക്കെ തന്നെ നിൽക്കുകയാണ്. അപ്പൊ വിനീത് പറയുന്നുണ്ട്, നിങ്ങൾ ആരും പേടിക്കണ്ട, ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് അടുക്കളോട്ട് കയറുകയാണ്. അപ്പോൾ ശാരദ ചോദിക്കുന്നുണ്ട് ഗംഗയോട്, വല്ലതും അറിയോടി എന്ന് ചോദിക്കുമ്പോൾ ആവമ്മ എനിക്കറിയില്ല എന്ന് പറയുകയാണ്. എന്തായാലും ആ അടുക്കളയിലോട്ട് ആരും തന്നെ വരണ്ട, ബിരിയാണി റെഡി ആകുമ്പോൾ ഞാൻ വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് വിനീത് അടുക്കളയിലോട്ട് കയറുകയും, വിനീതാണെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഒക്കെ കണ്ടിട്ട് അവനങ്ങനെ ഓരോന്നുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഗാർലിക്, ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടീസ്പൂൺ എന്നൊക്കെ പറയുമ്പോൾ 2 ടീസ്പൂണാണൊക്കെ എടുത്ത് വെക്കുന്നത്. അതുപോലെ തന്നെ സബോളൊക്കെ നടു കഷ്ണാക്കിയിട്ടൊക്കെ ഇങ്ങനെ ഇടുന്നൊക്കെയാണ് കാണിക്കുന്നത്. എന്തായാലും അത് അടുപ്പത്ത് അങ്ങനെ ഇട്ടതിന് ശേഷം ഗെയിമും കളിച്ചിരിക്കുകയാണ് നമ്മുടെ വിനീത്. അപ്പോൾ അതേ സമയത്താണെങ്കിൽ അത് മണം സഹിക്കാനാവാതെ നിളമോൾ അവിടേക്ക് വരികയും, നിളമോള് അതിന് ഇത്തിരി ടേസ്റ്റ് ചെയ്യാൻ തായോ എന്ന് പറയുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് സമ്മതിക്കാതെ അവൻ വലിയ തീയിലങ്ങനെ ഇട്ട് അവനവിടെ ഗെയിമും കളിച്ചിരിക്കുകയാണ്. എന്തായാലും ഗംഗ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാലോ, ഉറപ്പല്ലേ, ഇവിടെ വേറെ ചോറൊന്നും വെച്ചിട്ടില്ലല്ലോ, ഞങ്ങളെ പട്ടിണിക്ക് ഇടരുതിട്ടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അതിനിടയിലാണെങ്കിൽ നമ്മുടെ കാവേരിയും രാഗിണിയും തമ്മിൽ ചെറിയൊരു ഉടക്കൊക്കെ ഉണ്ടാകുന്നുണ്ട്. രാഗിണി നേരെ ഫ്ലൈറ്റ് കയറി വീട്ടിലോട്ട് വരികയാണ്. അപ്പൊ ആ സമയത്താണ് കാവേരി അവിടെ നിൽക്കുന്നതും. അങ്ങനെ കാവേരിയെ വണ്ടിയോടുകൂടി കാറിടിച്ച് അവളെ ആദ്യം തട്ടിയിടുന്നുണ്ട്. അങ്ങനെ കാവേരി വീണ് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് ഈ പറയുന്ന രാഗിണി വന്നിട്ട് കാവേരിയെ ഒരുപാട് കളിയാക്കൊക്കെ ചെയ്യുന്നുണ്ട്, വീണതിനെ പറ്റിയും പിന്നെ അവളുടെ അച്ഛൻ മരിച്ചതിനെ കുറിച്ചും. 4 പെൺമക്കളാണ് കല്യാണം കഴിക്കാൻ നിൽക്കുന്നത്, ഒരെണ്ണത്തിന് എങ്ങനെയൊക്കെയോ ഇറക്കി എന്നൊക്കെ പറഞ്ഞങ്ങനെ പരിഹസിച്ച് നിൽക്കുമ്പോൾ ചുട്ട മറുപടി തന്നെ കാവേരി രാഗിണിക്ക് കൊടുക്കുകയാണ്. നിന്റെ അച്ഛൻ എന്തായാലും പറ്റിച്ച് ഉണ്ടാക്കിയത്ര, എൻ്റെ അച്ഛനത് അറിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. പിന്നെ അങ്ങനെ കണക്ക് പറഞ്ഞു വരുമ്പോൾ നീ ഉടുത്തിരിക്കണം ഉടുതുണി മാത്രമേ നിനക്കുണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ നീ ഇവിടെ അഴിച്ചു വെച്ച് പോകേണ്ടി വരും, ഒരു കാറുള്ളത് പോലും ഞങ്ങൾക്ക് തരേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ രാഗിണി അങ്ങനെ നാണം കെട്ട് നിൽക്കുകയാണ്. എന്തായാലും രാഗിണി പോകുന്ന പോക്കിൽ അവിടെ കുറച്ച് ചെളിവെള്ളം ഉണ്ടായിരുന്നു, അതിൽ കൂടെ അങ്ങ് വണ്ടി കയറ്റി അവളുടെ ദേഹത്തും അവളുടെ സ്കൂട്ടിയിലുമൊക്കെ വെള്ളം തെറിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് കാവേരിക്ക് ഒട്ടും ഇഷ്ടപ്പെടാതെ കാണാടി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും കാവേരി ദേഷ്യത്തോടു കൂടി വീട്ടിലോട്ട് തിരികെ വന്നിട്ട് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഉറപ്പായിട്ടും ഒരു കാറ് വാങ്ങിക്കും, എന്നിട്ട് എന്നെ അവൾ ചെയ്തത് ഇതുപോലെയാണോ അതുപോലെ തന്നെ ഞാൻ തിരിച്ചവളോട് ചെയ്യും, ഇത് ഞാനാണ് പറയുന്നത്, അരവിന്ദന്റെ മകളാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞങ്ങനെ അവൾ വലിയ വെല്ലുവിളികളൊക്കെ നടത്തുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ ഇവനാണെങ്കിൽ വിനീതാണെങ്കിൽ ബിരിയാണി ഉണ്ടാക്കലിന്റെ തന്ത്രപ്പാടാണ്. പക്ഷെ ബിരിയാണി എന്തായാലും ആർക്കും കഴിക്കാൻ പറ്റാത്ത രീതിയിലാക്കി പോകുന്നുണ്ട്. അവരെല്ലാവരും പട്ടിണി കിടക്കുന്ന അവസ്ഥയിൽ ഒടുവിൽ ഇവൻ തന്നെ പുറത്തു പോയി ബിരിയാണി വാങ്ങിക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അതേ സമയത്ത് നമ്മുടെ യമുന കോളേജിലേക്ക് തിരികെ പോയിരിക്കുകയാണ്. യമുന അങ്ങനെ പോയി അവള് ഹാപ്പിയാണ്. അവൾ എന്തായാലും കൂട്ടുകാരികളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്ന് വർത്താനം പറഞ്ഞങ്ങനെ പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് അവിടേക്ക് നിവിൻ വരുന്നുണ്ട്. നിവിൻ അങ്ങനെ ബൈക്കിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പം എന്തായാലും കൂട്ടുകാരികളൊക്കെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. കൂട്ടുകാരികൾ യമുനയോട് പറയുന്നുണ്ട്, എടേ നീ ഒന്നും അറിയാത്ത പോലെ നിൽക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ എന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നിവിൻ അവിടേക്ക് വന്നിട്ട് നിവിനൊരു ഡ്രസ്സ്, കവറിൽ ഡ്രസ്സ് ഇവൾക്ക് വാങ്ങിയിട്ട് പുതിയ ഡ്രസ്സ് വാങ്ങി കൊടുക്കുകയാണ് യമുനയ്ക്ക്. അപ്പോൾ യമുന അത് വാങ്ങിയിട്ട് യമുനയും തെറ്റിദ്ധരിക്കുകയാണ്, നിവിന് തന്നോട് പ്രണയമുണ്ട് എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവളാണെങ്കിൽ നിവിന് മനസ്സിലിങ്ങനെ ആലോചിച്ച് അങ്ങനെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് കോളേജിലോട്ട് പോകുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും നാളെ കാണാനും പോകുന്നത്. ഈ കാവേരിയോട് പ്രണയം തുറന്ന് പറഞ്ഞിട്ടും അവൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ തൻ്റെ നിവിൻ്റെ പ്രണയം തട്ടിക്കളഞ്ഞ് നടക്കുമ്പോൾ യമുന അത് തെറ്റിദ്ധരിച്ച് യമുന അവനെ പ്രണയിക്കുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും കാണാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.